ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. എനിക്ക് ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യം കിട്ടിയതിൻ്റെ ഒരു ആൻസറാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത്. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ചൈനയിലാണ്. ചൈനയിൽ വന്ന് നമ്മൾ ബിസിനസ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിച്ചത് ചൈനയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കുക, അതിനുള്ള സോഴ്സിങ് ഏജൻസ് ഉണ്ടോ, അതിനെക്കുറിച്ചുള്ള കുറേ ഡൗട്ട്സ് ആയിരുന്നു. സോ ഞങ്ങളും ഒരു പരിചയവും ആരുടെയും ഒരു ഗൈഡൻസും ഇല്ലാതെയാണ് ഇങ്ങോട്ട് എത്തിപ്പറ്റിയത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ട് കുറച്ച് കോണ്ടാക്ട്സ് കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഷിപ്മെൻറ്റ് നാട്ടിൽ സേഫായി എത്തി. അതിനുശേഷം ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഞങ്ങളെ ഇവിടുന്ന് സാധനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തത് ഷാജി ചേട്ടൻ എന്ന ചേട്ടനാണ്. ഞാൻ ആ കൂടെ ഒരാൾക്ക് ഷാജിൻ്റെ റെഫറൻസ് ഇതുവരെ കൊടുത്തിട്ടുള്ളായിരുന്നു. ആൻഡ് ആ പുള്ളിയും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നാട്ടിലെത്തിച്ചിട്ടുണ്ട് സാധനങ്ങൾ. സോ ആ രണ്ട് എക്സ്പീരിയൻസിലും പിന്നെ ഇവരുടെ കമ്പനിയുടെ ഒരു ഫുൾ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. സോ ഇവിടെ വെച്ച് എല്ലാവർക്കും വീഡിയോ ചെയ്യുന്നത് ഷാജി ചേട്ടനെയും അവരുടെ കമ്പനിയുടെ ഒരു ഗുഡ് വില്ലിനാണ്. ആ ഗുഡ് വില്ലിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഓഫീസിൽ പോയിട്ടായിരിക്കും. സോ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് റിസർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഒത്തന്റിക് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ ഗൈസ്, സോ ഞങ്ങൾ ഇപ്പൊ ഷാജി ചേട്ടന്റെ ഓഫീസിലാണ്. ഇതാണ് ഷാജി ചേട്ടൻ. എല്ലാവരും ആഗ്രഹിച്ചിരുന്ന വ്യക്തി. അതെ, കാരണം ഇത് ഭയങ്കര ആക്ച്വലി ഒരു കോയിൻസിഡന്റ് ആണ്. ചെറിയ രീതിയിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാവേ. കാരണം ഞങ്ങൾ ആക്ച്വലി ചൈനയിലേക്ക് ഫസ്റ്റ് ടൈം വന്നപ്പോൾ കോൺടാക്ട്സും അങ്ങനെ ഒന്നും ഇല്ലാതെയായിരുന്നു വന്നത്. സോ ഞങ്ങൾ വിചാരിച്ച രീതിയിൽ ഞങ്ങൾക്ക് സാധനങ്ങൾ പെട്ടെന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരുടെ ഷിപ്മെന്റ് എന്തോ ഡിലേ ഉണ്ട്, നാട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിരുന്നു, ഓൾമോസ്റ്റ് കുറെ ആയി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, എന്ത് ചെയ്യണം എന്നറിയാതെ. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെ പറയാം. നമ്മുടെ ആദ്യത്തെ നമ്മൾ ഡീൽ ചെയ്തവർക്ക് എന്തോ പ്രശ്നമായി, അത് നമുക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് ആയിക്കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് ഹോട്ടലിൽ വരുന്ന സമയത്ത് ദില്ലുവിന് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു, ചൈനയിൽ ഇങ്ങനെ ആരെങ്കിലും പരിചയമുള്ളവരുണ്ടോ, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു സബ്സ്ക്രൈബർ വിജയ എന്ന് പറഞ്ഞ ചേച്ചി ഇതിലും മെസ്സേജ് ചെയ്തത്. ഇങ്ങനെ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ വന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ റിലേഷൻഷിപ്പിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടുന്ന് ഞങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വൃത്തിയാക്കി വീട്ടിലെത്തിച്ച മനുഷ്യനാണ് ഷാജി ചേട്ടൻ. സോ അവിടുന്ന് അന്ന് തുടങ്ങിയ ബന്ധമാണ്. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് ഗുഡ് വിൽ ഷാജി ചേട്ടന്റെ സ്ഥാപനത്താണ്. സോ ഷാജി ചേട്ടാ, താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ. ഒരു ടെൻഷനും ഇല്ലാതെ നാട്ടിലെത്തിച്ചില്ല. നമുക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾ ആദ്യമേ അങ്ങനെ ഇവിടെ ചൈനയിൽ വന്ന് വളരെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ നടത്തി. കൺവീനിയന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എളുപ്പമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സാധാരണ നമുക്ക് ഏറ്റവും ഒരു ടെൻഷൻ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇത് എങ്ങനെ, നമുക്ക് ഐഡിയാസ് ഉണ്ട്, സാധനങ്ങളും കണ്ടു, എങ്ങനെ നാട്ടിൽ എത്തിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ. സോ ഷാജി ചേട്ടന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷമായി ചൈനയില്? ഞാൻ 2006 ചൈനയിൽ എത്തുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഫ്രൈറ്റ് ഫോർവേഡിങ്, കസ്റ്റംസ് ക്ലിയറൻസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഈ ലോജിസ്റ്റിക്സ്, ഈ ഒരു ഷിപ്പിംഗ് ഫീൽഡിലാണ് ഞാൻ ആൾമോസ്റ്റ് ഒരു 10-18 വർഷം കൊണ്ട് അന്ന് വർക്ക് ചെയ്തിരുന്നത്. മിഡിൽ ഈസ്റ്റിൽ ദുബൈയിലുണ്ടായിരുന്നു. പിന്നെ ബോംബെയിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു വർക്ക് ചെയ്ത് ട്രെയിനിങ് ആയത്. ബോംബെയിൽ കസ്റ്റം ക്ലിയറൻസ്, പിന്നെ അവിടെ ഷിപ്പിങ്, ട്രാൻസ്പോർട്ടേഷൻ, എസ്പെഷ്യലി നമ്മുടെ ബോംബെ കസ്റ്റംസ് ഒക്കെ ക്ലിയറൻസ് ആയി. അന്ന് എനിക്ക് ബോംബെ എയർപോർട്ടിൽ പാസ് ഉണ്ടായിരുന്നു. അപ്പം പാസ് ഹോൾഡർ ആയിരുന്നു ഞാൻ. അപ്പോൾ കസ്റ്റംസിൻ്റെ ഇനിഷ്യൽ എക്സാമിനേഷനും ഒക്കെ നമ്മളൊരു ക്വാളിഫൈ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ബോംബെയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമ്മളെ ഈ ചൈന വരെ എത്തിച്ച് ഇവിടെയും ഒരു സക്സസ്ഫുള്ളായിട്ട് ഇവിടുത്തെ എക്സ്പോർട്ട് കസ്റ്റം ക്ലിയറൻസ് ആയാലും ഇമ്പോർട്ട് കസ്റ്റം ക്ലിയറൻസ് ആയാലും, പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന ഇന്ന് ഈ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ലോജിസ്റ്റിക് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ കഴിയുന്നത് ആ കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ബോംബെയിലെ എക്സ്പീരിയൻസ് അത് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കറക്റ്റ്. ബോംബെ നമ്മളെ ശരിക്കും പാഠം പഠിപ്പിക്കുകയും ചെയ്ത് അവിടെ വളരെ, എനിക്ക് ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെന്നുള്ളത് ബോംബെക്കാണ് പറയുന്നത്. സലാം പറയുന്നത്, സലാം ബോംബെ പറയും. ഹിന്ദി ഞാൻ ബികോം ഒക്കെ പഠിച്ചത് ജബൽപൂരിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹിന്ദി നല്ല വശമാണ്. ഓക്കെ, അപ്പോൾ ബൈക്കിലാണ് ആൾമോസ്റ്റ് ബോംബെയുടെ എല്ലാ ഗലി നമ്മൾ പോയിട്ടുണ്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ബോംബെ ഭയങ്കര ഫെമിലിയറാണ്. അന്ന് പോയ ആ ഒരു ടഫ് ടെറൈനിൽ വർക്ക് ചെയ്ത ആ എക്സ്പീരിയൻസ് നമുക്ക് ലോകത്തിൽ എവിടെ ചെന്നാലും
ഓക്കെ ആണ്. അപ്പൊ ചൈനയിൽ വന്നത് എപ്പോഴാണ്? ചൈനയിൽ 2006 ഓക്കെ. അപ്പോൾ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദുബായ് കമ്പനി നമുക്ക് വിളിച്ചതാണ് ഇങ്ങോട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പനി ചൈനയിലേക്ക് വിളിച്ചു. ചൈന അവരുടെ ഓഫീസ് ഇവിടെ ഓപ്പൺ ആക്കിയപ്പോൾ ലോജിസ്റ്റിക്സ് തന്നെ ഒരു സ്വിഫ്റ്റ് ഫ്ലൈറ്റ് ഇന്റർനാഷണൽ പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി എന്നെ ഇവിടെ വിളിപ്പിച്ചു. അവരെ ബോംബെയിൽ എൻ്റെ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടോട്ട് വരുന്നത്. കാരണം ചൈനയിൽ നിന്ന് കേട്ടപ്പോൾ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി. പിന്നെ നമ്മുടെ ലോജിസ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ആവുന്നത് ചൈനയിൽ നിന്നാണല്ലോ. അന്നും അങ്ങനെ ആയിരുന്നു. അപ്പം എപ്പോഴും ലോജിസ്റ്റിക്സിൽ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു ഡ്രീമാണ് ചൈനയിൽ വന്ന് വർക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. അപ്പോൾ അതിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. അന്നത്തെ കാലത്ത് ഇവിടെ മലയാളീസ് ഉണ്ടായിരുന്നോ? അന്ന് മലയാളികൾ ഉണ്ട്, പക്ഷെ ഇപ്പോഴുള്ള അത്രയൊന്നും ഇല്ല, വളരെ കുറവാണ്. 2006 അന്ന് വന്നപ്പോ ഇത്ര ഇംഗ്ലീഷൊക്കെ ആൾക്കാർ അന്ന് വന്നപ്പോൾ ഭയങ്കര ചലഞ്ചായിരുന്നു. ഒന്ന് ഇംഗ്ലീഷ് ഇവിടെ ആർക്കും അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഫുഡ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഓപ്ഷൻസ് ഉണ്ട്. അന്ന് ചൈനീസ് ഫുഡിന്റെ ഒരു ഫസ്റ്റ് ഇതിന്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൊണ്ട് പിടിക്കില്ല. അപ്പോൾ ഒരു മാസം സമയത്തോളം ഞാൻ ഇങ്ങനെ ഫുഡൊന്നും അഡ്ജസ്റ്റ് ആവാൻ തിരിച്ചു പോകണം ഓക്കെ എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. പക്ഷെ അത് അല്ല, വേറൊരു കാര്യം അന്ന് ഷാജി ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഇവിടെ വന്ന് പണിയെടുത്ത് വയ്യാതായി കിടന്ന ഫാമിലി ഇല്ലായിരുന്നല്ലോ. പണിയെടുത്ത് നടുവെട്ടി രാവിലെ 2 മണി വരെ വർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് പിന്നെ അങ്ങനെ വർഷങ്ങളായി ഇവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് ഷാജിച്ചേട്ടന്റെ ഈ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത്. ആൻഡ് ഞങ്ങൾക്ക് ആക്ച്വലി ഷാജിച്ചേട്ടന്റെ കഥ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഷാജിച്ചേട്ടൻ തന്ന ധൈര്യത്തിലാണ് ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്, ഇത് ഫാക്ട് പറയണല്ലോ. ആൻഡ് ഇപ്പം ഷാജിച്ചേട്ടന്റെ കമ്പനി ഗുഡ് വിൽ എന്ന് പറയുന്ന കമ്പനി എത്ര ഇതുണ്ട്, ലൈക്ക് സ്റ്റാഫുകൾ 2 സ്ഥലത്തുണ്ട്, ഈവൂലും ഉണ്ട് ഗങ്ജാവിലും ഉണ്ട്. ഓവറോൾ എത്ര സ്റ്റാഫ് ഉണ്ട്? ഇപ്പോഴും നമുക്ക് ഓഫീസുകളുള്ളത് ഒന്ന് ഗ്വാൻജൂല്, ഓക്കെ, ഒന്ന് ഈവൂല്. നമുക്ക് ഇവിടെ ഒരു 7-8 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈവൂൽ ഒരു 12 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചൈനയിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു 18-20 സ്റ്റാഫ്. അതെ അതെ. എത്ര ഫോർ എക്സാമ്പിൾ ഇപ്പം ഷിപ്മെന്റ് ആണെങ്കിൽ സാധാരണ ചെയ്യുന്നത് ഗങ്ജാവ് എന്നുള്ള സാധനങ്ങളും ഈവൂലേക്ക് പോയിട്ട് അവിടെ നിന്നാണല്ലോ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അത് ഇവിടുന്ന് നേരിട്ട് ഉണ്ടോ? അല്ല, നമ്മൾ ഈ ഗ്വാങ്ജു എന്നുള്ളത് ഗ്വാങ്ജുവിൽ തന്നെയാണ് ഷിപ്പ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ചില സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ കൺസോളിഡേഷൻ ചെയ്യും. ഓക്കെ, ഡോർ ടു ഡോർ. അപ്പൊ അതിന് നമുക്ക് ഇനഫായിട്ട് കാർഗോ ഇവിടുന്ന് കിട്ടുന്നില്ലെങ്കിൽ ഗ്വാങ്ജുവിലെ കാർഗോ ഇവൂലോട്ട് അയക്കും, അല്ലെങ്കിൽ ഇവൂലോ ഗ്വാങ്ജു. അത് ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് പെട്ടെന്ന് കണ്ടെയ്നർ ലോഡ് ചെയ്യാൻ വേണ്ടി, എത്തിക്കാൻ വേണ്ടി. അല്ലാത്ത പക്ഷം ഇതിനകത്ത് നമുക്ക് ഫുൾ കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഡോർ ടു ഡോർ സർവീസ് നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 2 ഓഫീസ് ഉണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഓവർസീസ് ഓഫീസുകളുണ്ടല്ലോ. അതെ അതെ, നമുക്ക് ആഫ്രിക്കയിലെ ഓഫീസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് ഷാജിച്ചേട്ടൻ അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പം ഞങ്ങള് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഞങ്ങൾ ചോദിച്ചിട്ട് ആൾക്കാർ ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ്ലി ഷാജിച്ചേട്ടൻ മെയിൻ ആയിട്ട് ഇപ്പൊ ഇവിടുന്ന് പോകുന്ന സാധനങ്ങൾ എന്താ കയറ്റി അയക്കുന്നത് കൂടുതലുള്ള? ഓക്കെ, നമുക്ക് ഇതിനെ നമുക്ക് തരംതിരിക്കേണ്ടി വരും ഓരോ ടെറിട്ടറി. അതായത് ഗ്വാൻജോന്ന് എന്തൊക്കെയാ പോകുന്നത്, ഈവൂന്ന് എന്തൊക്കെയാ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പൊതുവെ എന്തൊക്കെയാ? അപ്പം ഇപ്പൊ ഗ്വാൻജോന്ന് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പൊതുവായിട്ട് പോകുന്ന പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പുകളാണ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് ഇവിടുന്ന്. ഓക്കെ, അപ്പൊ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് വരും. ഹാർഡ്വെയർ വരും, ഡ്രസ് മെറ്റീരിയൽ വരും, ഗിഫ്റ്റ് ഐറ്റംസ് വരും, പിന്നെ കോമൺ ആയിട്ട് ജുവല്ലറീസ് വരും. അങ്ങനെ ആൾമോസ്റ്റ് എല്ലാ ഐറ്റംസും വരുമല്ലോ. സൂപ്പർ മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഫർണിച്ചർ നന്നായിട്ട് ഇന്ത്യ ഫർണിച്ചർ മാർട്ടുകളെല്ലാം ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വീട് വെക്കാൻ പോകുന്ന ആൾക്കാർ അധികം വരുന്നുണ്ട്. സത്യമാണ്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ചൈനയിൽ. ഞങ്ങളുടെ പണ്ട് കേട്ടോ ഒരു 8 years ബാക്ക് ഒക്കെ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് വീട്ടിലേക്കുള്ള ടൈൽസ് ഉൾപ്പെടെ, ടൈൽസ്, ഫർണിച്ചർ, കർട്ടൻ എല്ലാം കൂടെ ഇവിടെ നിന്ന് എന്തോ കണ്ടെയ്നർ കണക്കിന് കൊണ്ടുവന്നിട്ടും നാട്ടിലെ കാട്ടി കൂടുതൽ വെറൈറ്റിയും കിട്ടിയ ഓപ്ഷൻസും കിട്ടിയ റേറ്റും കുറവായിരുന്നു. അതെ അതെ, അത് നമുക്ക് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. കാരണം ഇവിടെ കിട്ടുന്ന വെറൈറ്റി നമുക്ക് നാട്ടിൽ കിട്ടില്ല. ഓക്കെ, ഇപ്പം ടൈൽസിലാണെങ്കിൽ ഇപ്പോഴാണ് ടൈൽസിന്റെ കുറച്ചൊരു കുറഞ്ഞത്. ഇന്ത്യയിൽ നല്ല ടൈൽസ് കിട്ടാൻ തുടങ്ങി, നേരത്തെ അതില്ലായിരുന്നു. അപ്പൊ ബാക്കി എന്ന് പറഞ്ഞാൽ ലൈറ്റ്സ്, ഓക്കെ, ഇവിടുന്ന് നല്ല വെറൈറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പം ഈ ലൈറ്റ്സിനൊക്കെ നമുക്കൊരു BS സർട്ടിഫിക്കേഷൻ വേണം. അതുള്ള സപ്ലയേഴ്സ് ഉണ്ട് ഇവിടെ, അവിടെ നിന്നാണ് നമ്മൾ അത് എടുക്കുന്നത്. ഓക്കെ, സർട്ടിഫിക്കേഷൻ അതിന് വേണ്ടി. പിന്നെ ബാത്റൂം ആക്സസറീസിൽ
ഇപ്പോൾ ക്ലോസറ്റ് ആയാലും ഇപ്പൊ തന്നെ ഇന്റലിജന്റ് ക്ലോസറ്റ് അതെ, high-tech. ഹൈടെക് ഭയങ്കര സൂപ്പറാ. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഞാനൊരു 4 പീസ് കൊണ്ടുപോയിട്ടുണ്ട് നാട്ടിലേക്ക്? നാട്ടിലേക്ക്. അയ്യോ, ഞങ്ങള് വരും കേട്ടോ നാട്ടില്, ചാച്ചന്റെ വീട്ടില്. അപ്പൊ അതിനിപ്പോ ഇവരൊരു ബാക്കപ്പ്, നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടല്ലോ, അപ്പൊ ഇത് പ്രശ്നം ഉണ്ടാക്കും. അല്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി ഇപ്പൊ ഒരു ബാറ്ററി കൊണ്ടുണ്ട് അതിന്റെ കൂടെ ബാക്കപ്പിന്. അപ്പൊ ഒരു 10-30 ഫ്ലഷ് അതിൽ നമുക്ക് ചെയ്യാം. അതായത് ഒരു 1 അവർ Inverter backup എന്തൊക്കെയാ? പണ്ട് വെറുതെ ഇന്ത്യൻ ക്ലോസറ്റിൽ പോയി ഇരുന്നാ മതിയായിരുന്നു. അവസാനം ഇരുന്ന് ഷോക്ക് അടിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇവിടുത്തെ ഈ ക്ലോസറ്റ് നമ്മളൊന്ന് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ഭയങ്കര heating ഒക്കെ കൺവീനിയന്റ്. ഉണ്ടല്ലേ? അപ്പൊ അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമുക്ക് തണുപ്പുണ്ടല്ലോ, തണുപ്പ് സമയത്ത് ഈ ക്ലോസറ്റിൽ ഇത് കയറി ഈ ഇരിക്കുമ്പോൾ ജപ്പാനിൽ മൊത്തം അങ്ങനെയാ. അതെ അതെ, നമുക്ക് നല്ല കൺവീനിയന്റ്. അവിടെ കുറച്ച് നേരം ഇരിക്കാൻ തോന്നുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബാത്റൂമിൽ പോയ കുറെ ടൈം Time എൻജോയ് ചെയ്യണം. ഇതും കൂടെ ഉണ്ടെങ്കിൽ അവിടെ അറിയത്തില്ല, ആരാന്ന് അറിയായിരിക്കും ആൾക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാർഡ്രോബ്സ്, ഓക്കെ, ഫർണിച്ചർ, നല്ല ഫാബ്രിക്സോ, കർട്ടൻ ഫാബ്രിക്സോ, കർട്ടൻ ഫാബ്രിക്സ് നല്ല സൂപ്പർ ക്വാളിറ്റി. അതുപോലെ തന്നെ പ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, അതെ അതെ, അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. വീടിന് വേണ്ടുന്ന ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് നന്നായിട്ട് ചെയ്യാൻ. പിന്നെ ഗ്ലാസ് അത് കട്ട് ചെയ്ത് നമുക്ക് ഡോർ, വിൻഡോസിൽ കട്ട്ലറി സൂപ്പർ. അപ്പൊ ഒരു കാര്യം പറയാം, ഇവിടെ വരുന്നവർക്ക് ഒന്നില്ലെങ്കിൽ വീട് വെക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ വീടിന്റെ അകത്ത് വെക്കാനുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാം ആയി, പ്ലസ് ഹാർഡ്വെയർ അല്ലേ, മെറ്റീരിയൽസ്, ഡോറ്, അതിന്റെ ഹിഞ്ചസ്, അതിന്റെ അക്സസറീസ്. ഇനിയിപ്പം നാട്ടിൽ തന്നെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ ഈ അക്സസറീസ് നല്ല ക്വാളിറ്റിയാണ്. അത് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ നോക്കും. ഹാൻഡ്ലിങ്ങിനൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഹിഞ്ചസ്, ഹാൻഡിൽസ്, ഇതെല്ലാം ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് നമുക്ക് ലോക്കൽ അവിടെ ചെയ്യുന്നതിനും അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരാൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ ഫർണിച്ചർ മാർക്കറ്റിൽ, ഹാർഡ്വെയർ മാർക്കറ്റിൽ, പിന്നെ ഡോറ്, വിൻഡോസ്, ഇതിന്റെ എല്ലാ സ്ഥലത്തും നമ്മൾ കൊണ്ടുപോകും. അപ്പൊ അവർക്ക് പോയി കഴിയുമ്പോൾ സെലക്ഷൻ കാണും. അവരുടെ ഒരു ഡിസൈനും ഇതൊക്കെ വെച്ചിട്ട്, ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് പ്രൈസിങ് അനുസരിച്ച് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാം. എനിക്കൊന്ന് ചോദിക്കേണ്ടത്, നാട്ടിലേക്ക് എല്ലാവരും അല്ലാത്ത സാധനങ്ങൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്ത? നമുക്ക് നാട്ടിലോട്ട് എല്ലാം അലൗഡ് ആണ്, പക്ഷെ സർട്ടൻ കണ്ടീഷൻ ഇന്ത്യ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് ഈ പിന്നെ BIS സർട്ടിഫിക്കേഷൻ ഉണ്ട്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻസ് പല ഇതിനും വേണം. പിന്നെ അതുകൊണ്ട് ക്ലോത്ത്, ഇപ്പോൾ കട്ടൻ തുണികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു അസോഡ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നമ്മൾ അവിടെ ഇന്ത്യൻ കസ്റ്റംസിലോ ഇവിടുന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി അത് ത്രൂ ചെയ്യാം. അപ്പം നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസിന് നമ്മൾ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇന്ന സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വേണം, ഇന്ന ക്വാളിറ്റിക്ക് ഇന്ന കാര്യങ്ങൾ വേണം. അപ്പോൾ BISന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വീട്ടിലേക്ക് എടുക്കുന്ന സാധനത്തിന് BIS വേണ്ടുന്ന ലൈറ്റ്സിനാണ്, ലൈറ്റ് BIS വേണം. അപ്പോൾ അത് ഇവിടെ BIS ഉള്ള ഫാക്ടറികളുണ്ട്, അറിയാതെ. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്, അവിടെ നിന്നായിരിക്കും നമ്മൾ ലൈറ്റ്സ് എടുക്കുന്നത്. അത് ഇന്ത്യയിൽ ക്ലിയറൻസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ പാട് ടോയ്സ് ചെയ്യാനാണ്. ടോയ്സ് ഇപ്പോഴേ നേരത്തെ ഈസി ആയിരുന്നു. ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മസ്റ്റായിട്ട് കമ്പൽസറി പറഞ്ഞേക്കുന്നത് ഇവിടുന്ന് ഏത് ടോയ്സ് വന്നാലും അതിന് BIS സർട്ടിഫിക്കേഷൻ വേണം. അപ്പോൾ അത് മേക്ക് ഇൻ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നത്. ചൈനയിലെ ടോയ്സ് ഭയങ്കര എത്ര വീഡിയോസ് നമ്മൾ കണ്ടിരിക്കുന്നത്, പല പല ടൈപ്പുള്ള. അതെ അതെ അതെ, അതെ, ഇപ്പൊ നല്ല പ്രയാസം ടോയ്സ് ആണ്. ഇപ്പൊ തന്നെ നമ്മൾ ഇന്നലെ വേദുവിന് ഒരു ബോട്ടിൽ വാങ്ങിച്ചു. ആ ബോട്ടിലിന് മേലെ ഒരു ഫാൻ ഉണ്ട്. ചൂടത്തൊക്കെ പോകുമ്പോ വെള്ളം കുടിക്കാം, ഒരു ബാറ്ററിയിലാണ്. അതെ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ടേബിളിന്റെ മേലെ ചെറിയൊരു ഫാൻ വെക്കാം നമുക്ക് ഇങ്ങനെ, ഡെസ്ക്ടോപ്പ് ഫാൻ. അപ്പൊ അത് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഒന്നും അറിയാത്ത ഒരാൾക്ക് നാട്ടിലിങ്ങനെ ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഓബിയസ്ലി ചൈനയാണ് ട്രേഡിംഗ് എല്ലാവരും ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഷാജി ചേട്ടൻ ഞങ്ങൾ ഫസ്റ്റ് ഇപ്പൊ നമ്പർ അടി കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു. എന്തായിരിക്കും ഷാജി ചേട്ടൻ, എങ്ങനെയായിരിക്കും അവരിപ്പോ അഡ്വൈസിന്, അല്ലെങ്കിൽ എന്തായിരിക്കും അവർ ചെയ്യേണ്ടത്? ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള, ഞാനത് വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഞങ്ങൾ ഒരുപാട് കൺസൾട്ടിങ് സർവീസും ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ ചൈനയിലോട്ട് വരുവാണ്, ഇപ്പം ഫോൺ വിളിക്കും അവർ, ഇപ്പോൾ ഓക്കെ റെഫറൻസ് എടുത്തിട്ട്. അപ്പം നമ്മൾ അവർക്ക് പറയുന്ന ഇതാണ്, ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അപ്പം ഇങ്ങോട്ട് വരാനുള്ള കാര്യം എങ്ങനെയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്, അവർക്ക് എന്ത് പ്രോഡക്റ്റ് അവർ നോക്കുന്നത്. അപ്പം അത് റിലേറ്റഡ് ആയിട്ട് ഒന്നീ നമ്മൾ ഫെയർ ടൈം പറയും. അപ്പോൾ ഫെയറിനകത്താണെങ്കിൽ എക്സിബിഷനിൽ വന്ന എല്ലാ പ്രോഡക്റ്റും അവിടെ കാണാൻ പറ്റും. അതല്ല അല്ലാത്ത ഓഫ് ടൈമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിലോട്ട് കൊണ്ടുപോകും. ഇപ്പം അവിടെ മാർക്കറ്റിൽ കൊണ്ടുപോയി അവർക്ക്
വേണ്ടുന്ന സാധനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കും. ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ളതും സപ്ലൈസും ആയിട്ടുള്ള പ്രൈസിങ്ങിലും എല്ലാം. അപ്പോൾ അതിൽ അവർക്ക് ഏതാണോ ചൂസ് ചെയ്യാൻ താല്പര്യമായിട്ട്, എന്നിട്ട് നമ്മൾ അതിനകത്ത് മേജറായിട്ട് പറയുന്നത് ഇപ്പോൾ ഈ കപ്പ് ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ഒരു RMBക്ക് വാങ്ങി, അപ്പോൾ അവിടെ ലാൻഡിങ് കോസ്റ്റ് എത്രയാകും അതാണ് അറിയും. അപ്പം നമ്മുടെ ഇന്ത്യയിലെ കസ്റ്റംസ് ഡ്യൂട്ടി ഏകദേശം ഒരു 20%, 18% GST, ബാക്കി ക്ലിയറിംഗ് കോസ്റ്റ്, ഇവിടുത്തെ കോസ്റ്റ് എല്ലാം കൂടി ഒരു 60% മേളിൽ പോകും നമുക്ക് ലാൻഡിംഗ് കോസ്റ്റ് അവിടെ. ഓക്കെ 60%. 1 ആണെങ്കിൽ 1.6. അതെ കറക്റ്റ്. അപ്പോൾ ആ ഒരു 16 ആവും, ചിലപ്പോൾ 18 ആകും, അത് ഡിപ്പെൻഡ് ആണ്. അപ്പം നമ്മൾ ആ കാര്യം അഡ്വൈസ്. അപ്പോൾ ഇവിടെ ഒരു RMBക്ക് വാങ്ങുന്നത് അവിടെ ഇപ്പോൾ 16 ആണെന്നുണ്ടെങ്കിൽ ആള് നോക്കും അവിടെ എനിക്ക് ഇത് എത്രന് വിൽക്കാൻ പറ്റും, അപ്പോൾ പുള്ളിക്ക് 20ക്ക് വിൽക്കാൻ നോക്കും, അല്ലെങ്കിൽ ഒരു എന്താ റേഞ്ചിൽ വിറ്റാം, അപ്പോൾ അതനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് വളരെ ക്ലിയറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്യും. ഓക്കെ, അപ്പം വരുന്ന ആൾക്ക് ഈസി ആയിട്ട് ഇവിടെ വരിക, അവർ മാർക്കറ്റെല്ലാം നോക്കുക, അവരെ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ക്ലിയർ ആയിട്ട് അവിടെ കൊണ്ടുപോകാൻ ഒക്കുമ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്ത് പറയും, അവർക്ക് കൺസൾട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ ഒരു ഈ സമയം, പിന്നെ ഷിപ്പിങ്ങിന് വരുന്ന സമയം, മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് അവരിവിടെ വന്നു കഴിഞ്ഞ് മാർക്കറ്റിൽ പോയി തിരിച്ച് വന്നു കഴിഞ്ഞ് നമ്മളൊരു ജസ്റ്റ് ഒരു മീറ്റിംഗ് വെക്കുമ്പോഴേ തന്നെ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളൊരു കംപ്ലീറ്റ് ധാരണയാകും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നും അറിയാത്ത ആൾ വരുവാണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും ബേസിക്കലി ഒരു ഫസ്റ്റ് ടൈം വരുന്ന ഒരാൾക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യണം മിനിമം ഷാച്ചായിട്ടും സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിക്വയർഡ് എമൗണ്ട് എന്ന് പറയുന്നത്? നമുക്ക് ആക്ച്വലി ഒരാൾ വരുന്ന കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം മിനിമം നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6 to 10 lakhs പർച്ചേസ് ചെയ്തെങ്കിലേ നമുക്ക് വന്ന കോസ്റ്റും കവറായി അവർക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനൊക്കെ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു 5 lakhs-ൻ്റെയോ 4 lakhs-ൻ്റെയോ ഒക്കെ പർച്ചേസ് ചെയ്താലും നമ്മൾക്ക് കൊണ്ട് കൊടുക്കാം, കുഴപ്പമില്ല. വരുന്ന ഒരാൾ അതെ അത് വേസ്റ്റ് ആയിപ്പോ. അതാണ്. അപ്പോൾ ഷാർട്ടേഡ് ഇപ്പം ഞാൻ വരുവാണ്, ഞാൻ ഷാർട്ടേഡിനെ കോൺടാക്ട് ചെയ്ത അക്കോമഡേഷനുള്ള സജഷൻസ്, അല്ലെങ്കിൽ എവിടെ താമസിക്കണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകാൻ കാണിച്ച ഭാഷ അറിയാവുന്ന ആള് എല്ലാം ഷാർട്ടേഡിനെ അറേഞ്ച് ചെയ്തോളൂ. അതെ, നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ഹോട്ടൽ ബുക്കിംഗ്, ഓക്കെ, പിന്നെ ഒരു ട്രാൻസ്ലേറ്റർ അറേഞ്ച് ചെയ്യും. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ പോകാൻ നമ്മൾ തന്നെ ആരെങ്കിലും നമ്മുടെ എക്സ്പെർട്ടേറ്റ്സ് ഉണ്ട്, അവർ 1-2 ദിവസം മാർക്കറ്റിൽ അവർ കൊണ്ടുവന്ന് ഫെമിലിയർ ആക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ പ്രൈസ് മാറ്റേഴ്സ് ഇവിടെ എത്രയാണോ കിട്ടുന്നത് കൺവേർട്ട് ചെയ്ത് അപ്പം തന്നെ ഇന്ത്യൻ മണിയിൽ പറയും. ഓക്കെ, അപ്പോൾ അവർക്ക് വരുന്നവർക്ക് എളുപ്പമായിട്ട് എല്ലാം ചെയ്തു കൊടുക്കും. ഇല്ല, അവർക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യേണ്ട, നമ്മൾ അതിനെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. മാത്രമല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷാർട്ടേഡിന്റെ ഓഫീസ് ഇരിക്കുന്ന ബിൽഡിംഗ് മെയിൻ സ്ഥലത്താണ്. എത്ര ഫ്ലോർ? 51 ഫ്ലോർ ഉണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ റൂംസ് പോലെയുണ്ട്, ഇൻക്ലൂഡിങ് കുക്കിംഗ് ഫെസിലിറ്റി. സോ ചിലവർക്ക് ഫുഡ് നിർബന്ധമാണെങ്കിൽ ഇവിടെ തന്നെ ഫുഡ് കുക്ക് ചെയ്യാം. സോ അതൊക്കെ ഷാർട്ടേഡിന് അറിയാം. നിങ്ങൾക്ക് ഈ ഏരിയ തന്നെ മെട്രോ അടുത്താണ്. അപ്പൊ എല്ലാത്തിനും ഇവിടെ തന്നെ സൗകര്യമുണ്ട്. അത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ജസ്റ്റ് റെഡിയായി അത്രയും ക്യാഷ് ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഷാർട്ടേഡിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യും. ഇവിടുന്ന് എല്ലാത്തിനും നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ പല ഈ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് ആണോ ആ പ്രോഡക്റ്റ് മാർക്കറ്റിലെല്ലാം നമ്മൾക്ക് വിസിറ്റ് ചെയ്യാം. അപ്പം ഒരു ഫസ്റ്റ് ടൈമർക്ക് വന്ന് ഒരു 1 വീക്ക് വന്ന് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരെ മനസ്സിനകത്തൊരു ഐഡിയ ആകും, ഓക്കെ ഇത് ഈ പ്രോഡക്റ്റിൽ എനിക്ക് ലൊക്കേറ്റ് ചെയ്യാം, ഇത് എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ആണ്, ഇതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു ഏകദേശം ഒരു മൈൻഡിലൊരു ഐഡിയ ഫോം ആകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷാർട്ടേഡൻ പറയുന്നതിൽ മെയിൻ തിങ് ഇപ്പം ബിസിനസ് ഐഡിയ ഉണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് പ്രൊഡക്ട്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രൊഡക്ട്സ് ആണെങ്കിൽ ഫെയർ ടൈമിൽ വരുന്നത് നല്ലത്. കാരണം അപ്പൊ പലതും കാണാം. പക്ഷെ കോൺക്രീറ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് ഫർണിച്ചർ തന്നെയാണെങ്കിലും ഫെയർ ടൈമിൽ വരേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് എന്ത് പ്രൊഡക്ട്സ് ആണെന്ന് അവർക്ക് അറിയാമെങ്കിൽ ഓഫ് ഫെയർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റിലേക്ക് ഷാർട്ടേഡിനെ കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ നാട്ടിൽ നിന്ന് അത് പറഞ്ഞു വന്നാലേ നല്ലുള്ളൂ. കാരണം എല്ലാരും ഗംജോയിലേക്ക് വരണം എന്നില്ലല്ലോ. ഇല്ല അല്ലെ, ചിലവർക്ക് ഈവുലേക്കായിരിക്കും ഷാർട്ടേഡ് സജസ്റ്റ് ചെയ്യുന്നത്. അവരുടെ പ്രോഡക്റ്റ് എവിടെയാണോ കിട്ടുന്നത് നമ്മൾ അങ്ങോട്ടായിരിക്കും പറയുന്നത് വരാനായിട്ട്. പിന്നെ ചിലത് ഈവും ഗ്വാഞ്ചും അല്ലാതെ ഇപ്പൊ ഫാക്ടറിയിൽ പോയി എടുക്കേണ്ട സാധനങ്ങൾ. അപ്പൊ അത് നോർത്തേൺ സൈഡിലായിരിക്കും. ഇപ്പം ഷാങ്ദോങ് പ്രൊവിൻസ് ഉണ്ട്, ചിൻഡാവോ, പിന്നെ ബെയ്ജിങ് സൈഡ് ഉണ്ട്, ടിയാൻജിൻ ആ സൈഡ്. ഇപ്പൊ ഗ്ലാസ്, മെറ്റൽ, ബിൽഡിംഗ് ഗ്ലാസസ് ഒക്കെ എടുക്കുന്നു. അവർ നേരെ ആ ഫാക്ടറിയിലോട്ട് അങ്ങ് പോയാൽ മതി. ഓക്കെ, തീർച്ചയായിട്ടും. ചൈനയിലെ ഏത് പ്രൊവിൻസിലോട്ടായാലും നമ്മൾക്ക്
ആളെ അറേഞ്ച് ചെയ്യാം. ആ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. ഏത് മാർക്കറ്റിലാണ് എന്താ കിട്ടുന്നത്, ഏത് പ്രൊവിൻസിലാണ് ഏതൊക്കെ പ്രോഡക്റ്റുകൾ സ്പെഷ്യലൈസ് ആയിട്ട് പ്രൈസ് കുറച്ച് കിട്ടാൻ നമുക്ക് വഴിയുള്ളത്, നല്ല ക്വാളിറ്റി ആയിട്ട്. അപ്പം ആ സ്ഥലത്തോട്ടായിരിക്കും നമ്മൾ ആളെ വിടുന്നത്. പിന്നെ അവർക്ക് തന്നെ പോകാനാണെങ്കിൽ അങ്ങനെ പോകാം, ഗൈഡൻസ് ചെയ്ത് വിടും. അതെല്ലാം നമ്മൾ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ പോകും. അതെ. ഏകദേശം ഒരു റഫ് ഐഡിയ കിട്ടി. എന്നാലും ഇനി കുറച്ച് ഷാച്ചേട്ടന്റെ സ്റ്റാഫുകളെ വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടാം. എത്ര ചൈനീസ് സ്റ്റാഫ് ഉണ്ട് ഇവിടെ? നമുക്ക് 4 പേരുണ്ട്. ഓക്കെ. അതിനകത്ത് ഓപ്പറേഷൻസ്, സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്നവർ, പിന്നെ മെർക്കൻഡൈസ് മാർക്കറ്റിൽ പോകുന്ന എല്ലാം നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ. സോ ഇത് ആക്ച്വലി ഷാച്ചേട്ടന്റെ ചെറിയ ഓഫീസാണ്. എനിക്കൊന്ന് ഇവിടെ ഇവിടെ എത്ര സ്റ്റാഫ് ഷാച്ചേട്ടാ? ഇവിടെ നമ്മൾ 6 പേരാണ്. 6 സ്റ്റാഫാണ്. ഇവിടെ 6ഉം ഈവൂലാണ് ഏറ്റവും വലിയ ഓഫീസ്. ആൻഡ് എത്ര അവിടെ 12 പേരുണ്ട്. 12 പേരുണ്ട്. നമുക്കൊരു 20 സ്റ്റാഫ് ഉണ്ട്. ഓക്കെ. സോ ഇത് ഷാച്ചേട്ടന്റെ ബ്രദറാണ് അജിത്ത്. എനിക്കൊന്ന് അജിത്തിനെ നമ്മൾ ആദ്യമേ മീറ്റ് ചെയ്തത് കഴിഞ്ഞ തവണ വന്നപ്പോഴല്ലേ? അതിന് മുമ്പ് അവളെ സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഷാച്ചേട്ടനായിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. സോ 12 years ആയി. ഓക്കെ. പിന്നെ ഉള്ള സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാച്ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തും. ഹലോ ഡേസി. ഇത് ഡേസി. എനിക്ക് ഓപ്പറേഷൻസ് ഹെഡ് ആണ്. She is the operations head. Okay. She is looking after all the sea and air. Okay. Both. Air ഉണ്ടല്ലേ? Air also we are. Okay. ഇതൊരു അതെ. ഇത് വിഷ്ണു ആണ്, അക്കൗണ്ടന്റ് ആണ്. നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണോ? ഹോമറ്റ് ഇൻഡസ്ട്രീസിൽ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു. ഏത് ഇൻഡസ്ട്രിയിലാ? ഹോമറ്റ് ഇൻഡസ്ട്രീസ്. നമുക്കൊരു പ്രസ്ഥാനം അവിടെ അക്കൗണ്ട്സിലായിരുന്നു. പുള്ളിയെ പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എത്രയായി? ഞാനിപ്പോ 1 വർഷമാകുന്നു. ഓ, എങ്ങനെയുണ്ട് ചൈന? എന്താ ചൈനയാണ് നല്ലത്. അതെ, ചൈന ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതെ, എനിക്ക് ഇവിടെ വന്നപ്പോ പിന്നെ ഭയങ്കര വേറൊരു പ്രതീക്ഷ പോത്തില്ല. സത്യ, ഞങ്ങള് ചൈനന്ന് പ്രതീക്ഷിച്ച് വന്നതിന്റെ ടോട്ടൽ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വന്നപ്പോ ഉള്ളത്. ഷാച്ചേട്ടൻ ഇവിടെ വീടൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്താണ് ഞങ്ങൾ ഈവിലേക്ക് പോകുമ്പോ കാണിക്കാം അല്ലെ. വലിയൊരു വീടൊക്കെ വാങ്ങി അവിടെ പാർട്ടീസ് ഒക്കെ നടത്താറുണ്ട്. പിന്നെ ഇത് സെയിൽസിലാണ് പുള്ളി. സെയിൽസാ? ഓക്കെ. സെയിൽസ്. നൈസ് ടു മീറ്റ് യു. Yeah. How's it working with him? Good. പറഞ്ഞു പറയിപ്പിക്കുമല്ലോ കേട്ടോ. പുള്ളി ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തോളൂ. ഓക്കെ. ഇത് നമുക്ക് കേസി. This is Casey. ഇത് സ്റ്റുഡന്റ് വല്ലാണോ? No, she is not student. She's സ്റ്റുഡന്റിനെ പോലെ ഉണ്ട്. She's working a long time with Goodwill. Okay. എന്ത് ഡിപ്പാർട്ട്മെന്റാ? She's sales looking after the. Okay. പിന്നെ ആ കുട്ടി? അത് ഗ്രേസ്. ഗ്രേസ് is looking after the dispatches, warehouse. ഇവിടെ നയിക്കുന്നതൊക്കെ. ഓക്കെ. ഡോർ ടു ഡോറിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഗ്രേസ് ആണ്. ഓക്കെ. ഇതാണ് നമ്മുടെ ഗ്വാങ്ചോയിലെ ഒരു ടീം. ഓക്കെ. അപ്പൊ ഗോഡൌൺ ഒക്കെ ഇവിടെ തന്നെയാ? അതെ. വെയർഹൗസ് ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ അല്ലേ? 12 കിലോമീറ്റർ. ഈവൂലുള്ളത്? ഈവൂല് നമ്മുടെ ഓഫീസും വെയർഹൗസും അടുത്താണ്. ഏകദേശം ഒരു 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത് ഈവൂ പോർട്ടുണ്ട്. അപ്പൊ പോർട്ടിൽ തന്നെ ഒരു സെക്യൂർ വെയർഹൗസ് ഉണ്ട്. അപ്പൊ അവിടെ ആണ് നമ്മുടെ ഈ ഫുൾ കണ്ടെയ്നറും ഗ്രൂപ്പ് പേജും എല്ലാം അവിടെ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഈവും ഗ്വാങ്ചോ നോക്കി കഴിഞ്ഞാൽ ഗ്വാങ്ചോയിൽ എയർ കാർഗോ എല്ലാം ഇവിടുന്നാണ് പോകുന്നത്. ഗ്വാങ്ചോന്നാ പോകുന്നത്. എയർ കാർഗോ ഉണ്ടെങ്കിലും അത് നമ്മൾ നേരെ ഗ്വാങ്ചോയിലോട്ട് അയക്കും. എന്നിട്ട് ഇവിടെ നിന്നായിരിക്കും എയർ കാർഗോ എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നത്. ഷിപ്പ് വഴിയായിരിക്കില്ലേ പോകുന്നത്? ഒരു 98% ഷിപ്പ് വഴി. കോസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫറൻസ് അല്ലേ? പിന്നെ എയർ കാർഗോ ഒരു എമർജൻസി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എയർ കാർഗോ ആയിട്ട് അയക്കേണ്ട സാധനങ്ങളുണ്ട്. അർജൻസിയിൽ അയക്കുന്നതാണല്ലോ, അതാണ്. ബാക്കിയെല്ലാം ഷിപ്പിൽ തന്നെ പോകുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്തവണ ചേച്ചിനൊന്നും കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞു ഞങ്ങള് പ്രിൻസിന്റെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ബിസിനസ് തുടങ്ങാനൊക്കെ ആയിട്ട്. അപ്പൊ അഗ്രാടി ഈവിലേക്ക് ഞങ്ങള് അടുത്തവണ വരുമ്പോ വീട്ടിലേക്കും വരാൻ സാധിച്ചിട്ടുണ്ട്. നാട്ടിലത്തെ വീട്ടിൽ എന്തായാലും പ്രിയ വരുന്നതായിരിക്കും കേട്ടോ, ക്ലോസറ്റ് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട്. ഇവിലോട്ട് പോയാൽ ഇവ ഒരു നല്ല ഈസിയാണ് കുറച്ചുകൂടെ. ഗ്വാങ്ചോ കുറച്ച് വലിയ സിറ്റി അല്ലേ, ചെറിയ സിറ്റിയാണ്. എല്ലാം ഒരു സ്ഥലത്ത് തന്നെ കിട്ടുന്നത്. അപ്പൊ ഒരു ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാർക്ക് എത്ര ദിവസം സജസ്റ്റ് ചെയ്യുന്നത്?
ഞാൻ പറയുന്ന ഒരു 5 to 6 days എങ്കിലും വരുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 1 week ആണ് ഐഡിയൽ. 1 week ആണ്. പിന്നെ ട്രാവലിംഗ് കൂടെ കൂട്ടി കഴിയുമ്പോൾ ഒരു 7-8 days. 2 ദിവസം ട്രാവലിംഗ് പോകും. പിന്നെ ഒരു 5 days നമുക്ക് ഒരു ദിവസം സെറ്റിൽ ആവാൻ വേണം. ഒരു ദിവസം ഒരു 5 days നമുക്ക് മാർക്കറ്റിൽ. ഏകദേശം ഒരു ഐഡിയ ആവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പേഴ്സണലി എന്നോട് അന്ന് കുറേ പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഫസ്റ്റ് ഷിപ്മെന്റ് വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് തരാമെന്ന്. സോ ഫസ്റ്റ് കഴിയിപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഏൽപ്പിച്ചു. പിന്നെ ഇത്രയും വർഷങ്ങളായി ഷാജേട്ടൻ നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഷാജേട്ടനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഗൈഡൻസ് ഞാൻ തരുന്നതിനെ കാട്ടി നന്നായി ഷാജേട്ടൻ തരുന്നതായിരിക്കും. അത് വിചാറ്റ് ആണോ വാട്സാപ്പിൽ കിട്ടുമോ? രണ്ടും കിട്ടും. വിചാറ്റും ഉണ്ട്, വാട്സാപ്പ്. വിചാറ്റ് നമുക്ക് നാട്ടിൽ കിട്ടില്ല. അതെ അതെ, അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും നമ്പേഴ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും എല്ലാം കൊടുക്കാം. എന്തായാലും ഷാജേട്ടാ താങ്ക് യു. വീണ്ടും പറഞ്ഞല്ലേ ഞങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് വന്നിട്ട് അത് സാധിക്കാൻ ഹെൽപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ആള് ഷാജേട്ടനാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു നിഹാലെ. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം നിഹാലിനെ പോലെ സെലിബ്രിറ്റി വർക്ക് ചെയ്യാൻ പറ്റിയതിലും പിന്നെ പിന്നെ വരുന്നതിന് മുമ്പ് നമുക്കും ഇങ്ങനെ ആയിരുന്നു. പക്ഷെ വന്ന് എല്ലാം ഒന്ന് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലി പേഴ്സൺ. ഓക്കെ, സോ താങ്ക്സ്. ചേട്ടന്റെ വൈഫ് അന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞോണം വന്നപ്പോ സാമ്പാറും മീൻകറി ഒരു മാസത്തെ ട്രിപ്പിന്റെ എൻഡിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് ആ ഫുഡൊക്കെ കിട്ടിയതിന്റെ ടേസ്റ്റ് ഇപ്പോഴും വായിലിരിക്കുന്നുണ്ട്. സോ എന്തായാലും ഐ എം ഷുവർ ദിസ് വ്ലോഗ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ആൻഡ് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഷാജേട്ടനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ താങ്ക് യു ഷാജേട്ടാ. താങ്ക് യു.